സത്യം പറയാലോ, ഇപ്പൊ ജാസ്മിനെ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ കൂടിയാണ് നിൽക്കുന്നത്. കാരണം ജാസ്മിന്റെ ആരാധകരാണോ ആർമിയാണോ ഇനി അത് PR ആണോ എന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ ജാസ്മിൻ കൊണ്ടാണല്ലോ കാശുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ജാസ്മിൻ ഉള്ളതുകൊണ്ട് കോണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറയണ പോലെ. ജാസ്മിൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് ചെയ്തു എന്ന് പറയാനായിട്ട് എനിക്ക് എന്തായാലും മറുപടി ഇല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ചർച്ച ജാസ്മിന്റെ അൻസിബയുടെ ഒരു പ്രശ്നമാണ്. ജാസ്മിൻ അടുക്കളയിൽ സഹായിച്ചോ എന്നുള്ളത്. ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജാസ്മിൻ സഹായിച്ചിട്ടുണ്ട്. പാത്രം കഴുകാനായിട്ട് ജാസ്മിൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത് അൻസിബയായിരുന്നു. ജാസ്മിൻ വയ്യ എന്ന കാരണത്തിൽ, പനിയാണ് എന്ന കാരണത്തിൽ മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ടാസ്കിലോ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കാനോ ആൾക്കാരോട് വഴക്കുണ്ടാക്കാനോ ജാസ്മിൻ ആ വയ്യായിക ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നത് അബിയായിരുന്നു. ജാസ്മിൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ക്യാബേജ് അരിയുന്നുണ്ടായിരുന്നല്ലോ, ക്യാബേജ് ഒക്കെ ഞാൻ അരിഞ്ഞല്ലോ എന്നുള്ള രീതിക്ക്. ക്യാബേജ് അറിയാൻ വേണ്ടിയിട്ട് അബി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് സിജോ വന്ന ദിവസമായിരുന്നു. സിജോ അതുപോലെ തന്നെ ശ്രീതു ഒരു കോംബോ ഉണ്ടായിരുന്നു. അബി അത് പുറത്ത് ഉണ്ടായിരുന്നു, പുറത്ത് അത് വർക്കായായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ അബി പറഞ്ഞു ഉണ്ടായിരുന്നോ, എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഓർക്കണില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ആ ക്യാബേജ് അവിടെ ഇട്ടിട്ട് പോവാണ്. അബിയാണ് ബാക്കി മൊത്തം അരിഞ്ഞ് അൻസിബയ്ക്ക് കൊണ്ട് കൊടുത്തത്. അൻസിബ ഒരു പരാതിയും പറയാതെ മുഴുവൻ ജോലിയും ചെയ്യുകയായിരുന്നു. ജിൻഡോയും സഹായിച്ചില്ല. ജിൻഡോയ്ക്കും വയ്യ എന്ന് ജിൻഡോ പറഞ്ഞു, ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് ജിൻഡോ പറഞ്ഞു. അപ്പൊ ഗബ്രി കൊടുത്ത ഒരു മറുപടി കണ്ടവർക്കറിയാം, ഇത് ഗവൺമെന്റ് ആശുപത്രി ഒന്നും അല്ല വയ്യാന്ന് പറഞ്ഞ് മാറി നിൽക്കാനായിട്ട്. എത്ര വയ്യായ്ക ഉണ്ടെങ്കിലും അവനവന്റെ ഡ്യൂട്ടി അവനവൻ ചെയ്യണമെന്ന്. ഇതെന്തുകൊണ്ട് ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നില്ല? പിന്നെ ജാസ്മിൻ അടുക്കളയിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന കാരണം പറഞ്ഞത് അൻസിബ മാത്രമല്ല, നോറ പറഞ്ഞു, അത് കണ്ടുകൊണ്ടിരുന്ന ശ്രീതു പറഞ്ഞു, നന്ദന പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു. ഇപ്പൊ ജാസ്മിന്റെ ആ ഒരു ജയിലിലോട്ട് പോകണം എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ജാസ്മിൻ ദേഷ്യം വന്നിട്ട് ഒരുമാതിരി എന്താ പറയണ്ടേ, വൈരാഗ്യം അതേപോലെയായിരുന്നു ജാസ്മിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ജോലികൾ മാത്രമാണ് അടുക്കളയിൽ ചെയ്തിട്ടുള്ളൂ. അൻസിബയാണ് മുഴുവൻ ജോലി പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ ജിൻഡോയും തെറ്റുകാരനാണ്, ജാസ്മിനും തെറ്റുകാരിയാണ്. അതുകൊണ്ട് രണ്ടുപേരും ജയിലിൽ പോയി എന്ന് പറയാം. പക്ഷെ ജാസ്മിൻ ജയിലിൽ പോകാൻ യോഗ്യത അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ കിടന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചീത്ത പറയണ രീതി, അതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത്. ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗബ്രിയുടെ കൂട്ടുപിടിക്കാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ പറയുന്ന ഒരു ചിലക്കാതിരിക്കുക, പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്, കുറെ കാർമിക്കാരുണ്ടെങ്കിൽ പോലും. പക്ഷെ ഈ ഒരു അടുക്കള വിഷയത്തിൽ ഞാൻ അൻസിബയുടെ ഒപ്പം തന്നെയാണ്, ജിൻഡോയുടെ ഒപ്പവും അല്ല, ജാസ്മിന്റെ ഒപ്പവും അല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയണേ. ദൈവത്തെ ഓർത്തിട്ട് ജാസ്മിൻ ആർമിയോട് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ജാസ്മിന്റെ മാത്രം കോണ്ടന്റ് ആണ് അല്ലെങ്കിൽ ജാസ്മിനെ നെഗറ്റീവ് പറയുന്നു എന്നൊന്നും പറയാതിരിക്കുക. വീഡിയോയും ലൈവും എപ്പിസോഡും കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.